ഹലോ ഗൈസ്, നമസ്കാരം. ഞാനൊരു ചെറിയ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുക. അതായത് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും കളയാതെ തന്നെ നമുക്ക് ആ സ്റ്റോറേജ് കൂട്ടാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് അതിനൊരു ട്രിക്ക് പറഞ്ഞതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം നമ്മുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വാട്സപ്പ് വഴിയാണ്. പക്ഷെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പം ഒരു കോപ്പിയാണ് നമ്മുടെ ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അതിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫ്രണ്ട്സിന് പോകുന്നത്. ഈ കോപ്പിയും നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഇപ്പോൾ ഗാലറിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലാതെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ആർക്കെങ്കിലും അറിയാമോ? അതൊക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഫോണിൽ വാട്സപ്പ് എടുക്കുക. ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 3 കുത്ത് കാണാം. ആ കുത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റോറേജ് ആൻഡ് ഡേറ്റ കാണും. ആ സ്റ്റോറേജ് ഡേറ്റ എടുക്കുമ്പോൾ മാനേജ് സ്റ്റോറേജ് വേണം. അത് ചെക്ക് ചെയ്യുമ്പം നമുക്ക് എത്ര സ്റ്റോർ ആയിട്ടുണ്ട്, നമ്മുടെ ഫോണിൽ വാട്സപ്പ് എത്ര സ്റ്റോർ ആയെന്ന് കാണാൻ പറ്റും. നോക്കിക്കേ, ഈ ഫോണിലാണെങ്കിൽ 13 GB യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ഉണ്ട്? 1.3 GB എനിക്ക് ഫ്രീ ഉള്ളൂ. ആ 1.3 GB ഫ്രീ എന്നുള്ളത് നമുക്ക് ഇനി കൂട്ടണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രിക്ക്. അതെങ്ങനെ കൂട്ടാമെന്നുള്ള ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ ഫോണിലും ഉണ്ട്. ഫയൽ മാനേജർ എന്നും പറഞ്ഞൊരു ഫയലുണ്ട്, എല്ലാ ഫോണിലും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണും. അവിടെ ആൻഡ്രോയിഡ് എന്നും പറഞ്ഞൊരു ഫയൽ കാണും. അത് ക്ലിക്ക് ചെയ്യണം. ആൻഡ്രോയിഡ് ഫയലിനകത്ത് മീഡിയ ഉണ്ട്. ആ മീഡിയക്കകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് കിട്ടും. ആ വാട്സപ്പിനകത്ത് മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഡോക്യുമെൻറ്റ്സ്, വാട്സപ്പ് ഓഡിയോ, വാട്സപ്പ് വീഡിയോ എന്ന് കാണും. അതിനകത്ത് വാട്സപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡ് എന്നും പ്രൈവറ്റ് കാണുമ്പോൾ സെൻഡ് എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ അയച്ച എല്ലാ വീഡിയോസും കാണും. അതെല്ലാം ഓൾ സെലക്ട് കൊടുക്കുക. 1 by 1 ആയി സെലക്ട് ചെയ്യുകയോ ചെയ്ത് എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നുള്ള സെൻഡ് ചെയ്ത എല്ലാ വീഡിയോസും പോയിട്ട് നമുക്ക് ഗാലറിയിൽ അത് കാണും. ഇത് നമ്മൾ സെൻഡ് ചെയ്തതാണ്. നമ്മൾ എത്ര മാസം കൊണ്ട് സെൻഡ് ചെയ്ത് അതെല്ലാം ഇപ്പം പോയി കിട്ടും. അത് ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും മീഡിയ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇമേജസ് എല്ലാം ഇതേപോലെ മീഡിയക്കകത്ത് ഇമേജസ് കാണും. ആ ഇമേജസ് എടുത്ത് വാട്സപ്പ് ഇമേജ് എന്നുള്ളത് സെൻഡ് ഐറ്റം എടുത്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മീഡിയന്ന് എല്ലാം ഡോക്യുമെൻറ്റ്സ്, ഓഡിയോ എല്ലാം, സ്റ്റിക്കറോ ഓഡിയോ എന്ത് വേണമെങ്കിലും ഡിലീറ്റ് ആക്കാം. സെൻഡ് ചെയ്യുന്നത് മാത്രം ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വാട്സപ്പ് എടുക്കുക. വീണ്ടും തിരിച്ച് വാട്സപ്പ് എടുത്ത് സെറ്റിംഗ് എടുത്ത് അതിനകത്ത് പോയി സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എടുത്തിട്ട് മാനേജ് യുവർ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. ഈ ഫോൺ ഇപ്പോൾ ചെക്ക് ചെയ്ത് നിങ്ങൾ കണ്ടോ? 3.5 GB ആണ് എനിക്ക് കിട്ടിയത്. സ്റ്റാർട്ടിങ് എന്തായിരുന്നു? 1 GB. അത്രയും 3.5 GB ആയി. നമ്മുടെ ഫോട്ടോസൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ഫോട്ടോസെല്ലാം അതേപോലെ ഉണ്ട് താനും. പക്ഷെ നമുക്ക് സ്റ്റോറേജ് കൂട്ടി കിട്ടുകയും ചെയ്തു അല്ലേ? എല്ലാവർക്കും ഈ ട്രിക്ക് മനസ്സിലായല്ലോ? ഇത് അറിയുന്നവർ കാണുമായിരിക്കാം. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇനിയും ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.